വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. ചേട്ടാ ഇതെപ്പോ ഒന്ന് കയറി? ഇതാ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന പെണ്ണ. ഇത്ര നേരം നമ്മൾ കണ്ടില്ലല്ലോ. എങ്ങനെ കൊള്ളാം. ബാക്കിലൊന്നും മുട്ടിയായിരുന്നു. അമ്മ അറിയാതെ അലീന പീറ്റർ എന്ന കഥ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മമ്മി വലിയ ആരാധികയായിരുന്നു. നിങ്ങളല്ലേ? അയ്യേ ചമ്മിപ്പോയി നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. നല്ല ക്യൂട്ടാണ്, കൂട്ടുകൂട്ടി ക്യൂട്ടായിട്ട് സുന്ദരിയായിട്ട് നേരെ നടക്കുക. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണെന്ന്. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്ക്ഡ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായ്ച്ചേക്കരുത്. கேப்டன் வந்து மக்கள் கேப்டன் ரொம்ப சூப்பரா ஆக்ட் பண்ணிட்டாங்க. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. ഇപ്പോൾ മലയാളം വായിക്കാനാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഓടി വന്ന് അടുത്ത ആൾക്ക് കൊടുത്തത് വായിപ്പിക്കുന്നുണ്ട്. എനിക്ക് മലയാളം അറിയില്ല, കൊഞ്ചം പഠിച്ചു சொல்றீங்களா? വായിക്കേ. ആനന്ദവല്ലിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 പവർ. എവിടെ നോക്കിയാലും എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ശ്രീധു അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് തോന്നിയത്. പക്ഷെ കുറച്ച് ചൂടായി സംസാരിക്കുന്നൊരു പോലെ എനിക്ക് തോന്നി ഇടയ്ക്ക്. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ശ്രീധു എന്നൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അവളുടെ തന്നെ ഡിസിഷൻ, അപ്പോൾ ഹൗസ് മേറ്റ്സിൻ്റെ കാര്യങ്ങൾ അവളുടെ തന്നെ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പവറും പറയുന്ന കാര്യങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും മാത്രം എടുത്തിട്ട് അവൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നിന്നെ പറ്റി എന്തിനു പറയണത്? എന്റെ അടുത്ത് പറ, ഞാൻ ഇവിടെ ഉണ്ട്. മനസ്സിലായി. ഇത് സൗണ്ട്, ഇത് ബോഡി. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. എല്ലാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഋഷി വന്നു. എനിക്ക് പേഴ്സണലി എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഞാൻ പറയട്ടെ, എനിക്ക് ഇത്ര സൗണ്ട് ഉള്ളൂ, എനിക്ക് റൈസ് ചെയ്യാൻ വയ്യ. എനിക്ക് നല്ല സൗണ്ട് ഉണ്ട്, പറയൂ. എനിക്ക് സൗണ്ട് ഇല്ലാത്തോണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് സമയമാവുമ്പോ മനസ്സിലാവും. അതുവരെ ഉടക്കാൻ വരാതിരിക്കുന്നതാ രണ്ടു കൂട്ടർക്കും നല്ലത്.